മരണത്തിന്റെ ആ വലയിൽ മമത അറിയാതെ വീണു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മല്ലിക പറഞ്ഞതനുസരിച്ച് മമത തന്റെ പക്കലുള്ള സ്വർണ്ണാഭരണങ്ങളെല്ലാം അണിഞ്ഞ് നഗരത്തിന് പുറത്തുള്ള ഒരു ഒറ്റപ്പെട്ട ക്ഷേത്രത്തിന് സമീപമെത്തി. മല്ലിക അവിടെ കാത്തു നിന്നിരുന്നു. ഇവിടെ വായോ, ഈ കാവ്യവസ്ത്രം ധരിക്കൂ, ഇനി കണ്ണടച്ചു പ്രാർത്ഥിക്കൂ. ഈ പൂജ തീരുമ്പോൾ നിന്റെ ജീവിതം മാറി മറിയും. മല്ലികയുടെ വാക്കുകൾ കേട്ട് മമത കണ്ണടച്ചു. അന്തരീക്ഷത്തിൽ അസാധാരണമായൊരു നിശബ്ദത പടർന്നു. പക്ഷികളുടെ കരച്ചിൽ പോലും നിന്നുപോയതുപോലെ. മല്ലിക തന്റെ സഞ്ചിയിൽ നിന്ന് ചെറിയൊരു പ്ലാസ്റ്റിക് കുപ്പി പുറത്തെടുത്തു. അതിലവൾ കരുതി വെച്ച തീർത്ഥമുണ്ടായിരുന്നു. വെളുത്ത നിറത്തിലുള്ള ആ പൊടി അതിനകം വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു. മോളെ, ദാ ഇത് കുടിക്കൂ. ഇതാണ് നിന്റെ പാപങ്ങൾ തീർക്കുന്ന പുണ്യതീർത്ഥം. മമത വിശ്വസിച്ചുകൊണ്ട് ആ വെള്ളം കുടിച്ചു. അടുത്ത നിമിഷം അവൾക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. തൊണ്ടയിൽ തീ കത്തുന്നത് പോലെ ഒരു അനുഭവം. അവൾ കൈകൾ കൊണ്ട് സ്വന്തം കഴുത്തിൽ അമർത്തി. നിലവിളിക്കാൻ ശ്രമിച്ചെങ്കിലും ശബ്ദം പുറത്തേക്ക് വന്നില്ല. അവളുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. ശരീരം വിറച്ചു. മല്ലിക അനങ്ങാതെ നിന്നു. അവൾ മമതയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. അവളുടെ മുഖത്ത് ഭയമോ വിഷമമോ ഉണ്ടായിരുന്നില്ല, മറിച്ച് ഒരുതരം ഭ്രാന്തമായ ആവേശമായിരുന്നു. മമത തറയിൽ വീണ് പിടയുമ്പോൾ മല്ലിക മുട്ടുകുത്തിയിരുന്ന് അവളുടെ കഴുത്തിലെ മാല അഴിച്ചെടുക്കാൻ തുടങ്ങി.